മാനദണ്ഡങ്ങൾ പാലിച്ച് കരാറിലൂടെ വാടകയ്ക്കെടുത്ത ഹോട്ടൽ യാതൊരു കാരണവും കൂടാതെ കരാർ റദ്ദാക്കിയതിനെതിരെ വീട്ടമ്മ സമരത്തിലേക്ക്. പുളിക്കത്തൊട്ടി കാവുംവാതിക്കൽ മേഴ്സി റോയിയാണ് DTPCയുടെ നടപടിക്കെതിരെ നിയമ നടപടിയും സമര പരിപാടികളും ആരംഭിക്കുമെന്ന് ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. DTPC നൽകിയ പത്രപരസ്യത്തിലൂടെ വിവരമറിഞ്ഞ മേഴ്സി നിയമാനുസരണമാണ് ടെൻഡർ നൽകിയത്. 5 പേർ കരാറിൽ പങ്കെടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ വാടക വാഗ്ദാനം ചെയ്തത് മേഴ്സി ആയതിനാൽ കരാർ മേഴ്സിക്ക് നൽകുകയും ചെയ്തു. കരാർ ഉറപ്പിച്ചതിനെ തുടർന്ന് 2.5 ലക്ഷം രൂപ അഡ്വാൻസായും പിന്നീട് 7,01,150 രൂപ ഉൾപ്പെടെ 9,51,150 രൂപ DTPCക്ക് നൽകി. കൂടാതെ എഗ്രിമെന്റിനുള്ള മുദ്രപത്രവും DTPCക്ക് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് 8 ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ ഉപകരണങ്ങൾ വാങ്ങി. കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന 12 തൊഴിലാളികളെ വാടക വീടെടുത്ത് അവർക്ക് ശമ്പളവും ഭക്ഷണവും നൽകി 1 മാസത്തോളം താമസിപ്പിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് DTPC സെക്രട്ടറി കരാർ റദ്ദ് ചെയ്തുവെന്ന് അറിയിക്കുന്നത്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വനിതയായതിനാലാണ് തന്റെ സംരംഭത്തെ തടഞ്ഞത് എന്ന് മേഴ്സി പറയുന്നു. ഓഗസ്റ്റ് മാസം 8-ാം തീയതിയുള്ള പത്രപരസ്യം കണ്ടതിന്റെ മുഖാന്തരം DTPCയുടെ പാരായമാവ് അമ്യൂണിറ്റി സെന്ററിന്റെ അതിന്റെ ഹോട്ടലിൽ ലീസിന് ഇങ്ങനെ കൊടുക്കുന്ന കാര്യം നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ടു. നമ്മൾ അതിന് പ്രകാരം നമ്മളും ടെൻഡർ ഇട്ടിരുന്നു. ഏകദേശം 5 പേര് വന്നിരുന്നു. ഏറ്റവും കൂടുതൽ ടെൻഡർ ഇട്ടിരുന്നത് ഞാനാണ്. അതിന്റെ കൊട്ടേഷൻ തുകയായ 7,42,500 രൂപയ്ക്കാണ് എനിക്കത് ലേലം അവരെന്നത് ഉറപ്പിച്ച് തന്നത്. ആ ഉറപ്പിക്കുന്ന അന്ന് തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഇതിന്റെ 3/1 പൈസ നമ്മളോട് അപ്പം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. നിൽക്കി തന്നെ നമ്മൾ ആ 3 ലക്ഷം ഏകദേശം 2.25 ലക്ഷം രൂപ നമ്മൾ അവിടെ അടയ്ക്കുകയും കൊട്ടേഷൻ അവർ താൽക്കാലികമായിട്ട് ഉറപ്പിച്ച് തരികയും ചെയ്തു. അതായത് ഈ ടെൻഡർ പൊട്ടിക്കുന്നത് 29-ാം തീയതിയാണ്, 8-ാം മാസം 29-ാം തീയതിയാണ്. അതിനുശേഷം നമ്മൾ പല ദിവസങ്ങളിൽ അവിടെ ചെന്നെങ്കിൽ ഇത് തുറക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അവർ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ അംഗീകരിച്ച് മുദ്രപത്രം വാങ്ങിച്ചു കൊടുത്തു. അവർ പറഞ്ഞതിന് പ്രകാരം വാടകയായ 7,42,500 പ്ലസ് GST, അതിൻ്റെ കൂടെ 1 ലക്ഷം രൂപ സെക്യൂരിറ്റി പൈസ ചേർത്ത് 9,76,150 രൂപ ഞാൻ SBI ബാങ്കിൽ നിന്നും ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.